സർവവും മായല്ലോ കാണും പ്രപഞ്ചവും കണ്ണി നിന്ദവും സർവവും കാണും പ്രപഞ്ചവും കണ്ണി നിന്ദവും സർവവും ജീവിതം പുല്ലിനു തുല്യമല്ലോ മാടിപ്പോകും നേരം പോലെ ഈ ലോക ജീവിതം പുല്ലിനു തുല്യമല്ലോ മാടിപ്പോകും നേരം പോലെ ആയുസ്സു നാലു വീരൽ നീളമേയുള്ള വീരായുസ്സു നാലു വീരൽ നീളമേയുള്ള വീര വേഗമുണർന്നിടുക സരജ വേഗമുണർന്നിടുക സർവവും മായയോ കാണും പ്രപഞ്ചവും കണ്ണീരിമ്പവും സർവവും മായയോ മായേ മണിയെന്നാലും മണിമേട പണിതാലും കനകമണികളണിഞ്ഞൊരുങ്ങിയാലും കരുതി മണിയെന്നാലും മണിമേട പണിതാലും കനകമണികളണിഞ്ഞൊരുങ്ങിയാലും മരണക്കണികളിൽ ഒരു നാളിൽ വീഴും മരണക്കണികളിൽ ഒരു നാൾ കുരുങ്ങിടും വേഗമൊരുങ്ങിടുക മനമേ വേഗമൊരുങ്ങിടുക സർവവും കാണും പ്രപഞ്ചവും കണ്ണി നിന്ദവും സർവവും മായയോ മായേ
വീട് മാലാകമാത്തുതികൾ പാടിടും നാടോ മായമല്ലാത്ത നാടോ മായമില്ലാത്ത വീട് മാലാകമാത്തുതികൾ പാടിടും നാടോ മഹിമയേറുന്ന നാട് ചൊല്ലുക ഭാഗ്യനാട് മഹിമയേഴുന്ന നാട് ചൊല്ലുക ഭാഗ്യനാട് നമ്മുടെ ശാശ്വത നാട് വരിക നമ്മുടെ ശാശ്വത നാട് സർവവും മായയോ നീ കാണും പ്രപഞ്ചവും കണ്ണിനിമ്പവും സർവവും മായയോ സർവവും മായയോ നീ കാണും പ്രപഞ്ചവും കണ്ണിനിമ്പവും സർവവും മായയോ ഞങ്ങളെ അടുത്ത മകലുമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദേശനിവാസികൾക്കും വേഗമാഗമനം ചെയ്യുന്ന യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഞങ്ങളുടെ വന്ദനത്തെ അറിയിക്കുകയാണ്. നിങ്ങളുടെ ആത്മാവിലെ രക്ഷയും സമാധാനവും ശാന്തിയും മുൻപിൽ കണ്ടുകൊണ്ട് PMG ദിവസം ഒരുക്കുന്ന സുവിശേഷ സന്ദേശ യാത്രയാണ് നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനോടകം നിരവധി പ്രാവശ്യങ്ങൾ പല പ്രിയപ്പെട്ടവർ സുവിശേഷമായി ഈ വീഥിയിൽ വരികയും മാറ്റമില്ലാത്ത സുവിശേഷത്തെ നിങ്ങൾക്കായി വിളംബരം ചെയ്യുകയും അത് കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെയും വീണ്ടും വീണ്ടും എന്തുകൊണ്ട് ഇതേപോലെയുള്ള സുവിശേഷകന്മാർ നിങ്ങളുടെ വീടുകളിലേക്കും വീടുകളിലേക്കും സന്ദേശമായും ലഘുലേഖകളുമായി വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, അത്രമാത്രം ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. യേശുവിന്റെ സ്നേഹത്തിന്റെ പ്രകടനമാണ് മാറ്റമില്ലാത്ത സുവിശേഷത്തെ കേൾക്കാനുള്ള അവസരവും അംഗീകരിക്കാനുള്ള അവസരവും നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. അതുകൊണ്ട് ഈ സുവിശേഷത്തെ മഹത്തായ ഒരു സന്ദേശമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ സുവിശേഷത്തെ വിലകൽപ്പിച്ചുകൊണ്ട് ഈ സുവിശേഷത്തെ അംഗീകരിക്കുകയും അനുഗമിക്കുവാനും ഞങ്ങൾ പ്രാരംഭമായി നിങ്ങളെ ഓർപ്പിക്കുകയാണ്. എനിക്ക് മുമ്പായി പാട്ടിലൂടെ പ്രിയ കർത്താവിന്റെ ദാസൻ പങ്കുവെച്ചതുപോലെ ലോകത്തിലെ സകലതും മായയാണ്, മനുഷ്യന്റെ ജീവിതവും മായയാണ്. മനുഷ്യൻ എപ്പോൾ മരിക്കുമെന്ന് പറയാൻ കഴിയത്തില്ല. എന്നാൽ മരണശേഷം മനുഷ്യന്റെ ജീവിത അനുഭവങ്ങൾ അത് നിങ്ങൾ തിരിച്ചറിയണം, മനസ്സിലാക്കണം, അവയിലേക്ക് നിങ്ങൾ എത്തപ്പെടണം. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സുവിശേഷം നിങ്ങൾക്ക് വേണ്ടി പങ്കുവെപ്പാനായിട്ടിടയാകുന്നത്. സുവിശേഷം എന്നാൽ നിങ്ങൾക്കറിയാം, കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശമാണ്. അതേ ശ്രദ്ധാവേ, ഞങ്ങൾക്ക് പാടുവാനും ഞങ്ങൾക്ക് പ്രസംഗിക്കുവാനും ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുവാനും നിങ്ങൾക്ക് കൈമാറുവാനുമുള്ള ഏക സന്ദേശം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സുവിശേഷം മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, മറ്റൊന്നും നിങ്ങൾക്ക് ഘോഷിപ്പാൻ പരിചയമില്ലാത്തത് കൊണ്ടല്ല, അറിവില്ലാത്തത് കൊണ്ടല്ല. ഇന്നലകളിൽ പലരും പലരെയും അംഗീകരിക്കുകയും പലതിനെയും വിശ്വസിച്ചവരും പലതിനു വേണ്ടി ഇറങ്ങി തിരിച്ചവരുമായിരുന്നു, ജീവിതത്തെ സമർപ്പിച്ചവരായിരുന്നു ഞങ്ങൾ. എന്നാൽ ഒരു കാര്യം നിശ്ചയമാണ്, ഇന്നലെകൾ വിശ്വസിച്ച വിശ്വാസ പ്രമാണങ്ങളും ആചരിച്ച ആചാര്യനുഷ്ഠാനങ്ങളും കഴിച്ച നേർച്ചകളും കാഴ്ചകളും അർപ്പിച്ച തർപ്പണങ്ങളും ദർപ്പണങ്ങളും നേടിയെടുത്ത വിദ്യാഭ്യാസവും അതിലൂടെ ലഭ്യമായ സാമ്പത്തിക മഹിമയും പിറന്നു വീണ കുടുംബ മഹിമയും ഒന്നും ഞങ്ങൾക്ക് സമാധാനവും ശാന്തിയും നൽകുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇന്നിന്റെ പകൽക്കാലം ഞങ്ങൾക്ക് നിങ്ങളോട് പങ്കുവെക്കാൻ കഴിയുന്നത് ഞങ്ങളുടെ പാപക്കറകളെ കഴുകിക്കൊണ്ട് ഞങ്ങളുടെ അപമാനങ്ങളെ മാറ്റിക്കൊണ്ട് മാന്യരാക്കിയ സമൂഹത്തിന് കൈമാറിയ
നൽകിയത് ഈ സുവിശേഷമാണ്. ഈ സുവിശേഷത്തെ നിറഞ്ഞു നിൽക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു എന്ന പദം ഞങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ പ്രകാരം വിലകൽപ്പിച്ചേക്കാം, ഇത് ക്രിസ്ത്യാനികളുടെ സന്ദേശമാണ്, ഇത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയുള്ള പ്രസംഗമാണ്. അല്ല പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്ത്യാനികളുടെ ദൈവമല്ല. ആരെങ്കിലും യേശു ക്രിസ്ത്യാനികളുടെ ദൈവമെന്ന് അവകാശപ്പെടുന്നു എങ്കിൽ അവരുടെ അറിവില്ലായ്മയായി നിങ്ങൾ കണ്ടാൽ മതി. യേശു ക്രിസ്തുവിന്റെ ജനനമോ യേശു ക്രിസ്തുവിന്റെ ജീവിതമോ പ്രിയപ്പെട്ടവർ എന്തിനേറെ പറയുന്നു, യേശുവിന്റെ മരണം പോലും ഒരു വിഭാഗത്തിനോ ഒരു ജാതിക്കോ ഒരു വർഗത്തിന് വേണ്ടി മാത്രമല്ലായിരുന്നു. അതുകൊണ്ട് യേശുവിന്റെ ജനനത്തെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്: സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. യഹൂദനുണ്ടാകാനുള്ള മഹാസന്തോഷം എന്നല്ല, ഒരു ജാതിക്കുണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം എന്നല്ല, ഒരു രാജ്യത്തിനുണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷത്തിന്റെ വാർത്ത എന്നല്ല. പിന്നെയോ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് സർവ്വജനത്തിനും മനുഷ്യനായി ലോകത്തിൽ പിറവിയെടുത്ത സകല മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടിയാണ്. ആ സകല മനുഷ്യർക്കും സന്തോഷം ഉദിക്കുവാൻ വേണ്ടിയാണ് യേശു ജനിക്കുവാനായിട്ടിടയായിത്തീർന്നത്. അതുകൊണ്ട് യേശുവിന്റെ പരസ്യവേല നാം പഠിച്ചു കഴിയുമ്പോൾ പ്രിയപ്പെട്ടവർ, യഹൂദനായ യേശു ജനിക്കപ്പെട്ടെങ്കിൽ പോലും ഇസ്രായേൽ എന്നതായ തലത്തിൽ, അല്ലെങ്കിൽ യഹൂദന്മാരുടെ തലത്തിൽ മാത്രമല്ല, ജാതിയുടെ നടുവിലേക്കും കർത്താവായ യേശു ഇറങ്ങിപ്പോയ ചരിത്രം നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയുന്നുണ്ട്. അതുമാത്രമല്ല, യേശുവിന്റെ മരണവും സകല മാനവ ജനതയ്ക്കും വേണ്ടിയായിരുന്നു എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നാൽ യേശു എന്തിനു വേണ്ടിയാണ് ലോകത്തിലേക്ക് വന്നത്? വേഗത്തിൽ അത് പങ്കുവെച്ചിട്ട് ഞങ്ങൾ മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുകയാണ്. യേശു എന്തിനു വേണ്ടിയാണ് ലോകത്തിൽ വന്നത്? ഒരു മതം സ്ഥാപിക്കുവാനാണോ യേശു വന്നത്? അല്ലയല്ല, ഒരു മതം സ്ഥാപിക്കുവാനല്ല യേശു വന്നത്. ഒരു വിപ്ലവകാരിയായി മാറുവാൻ വേണ്ടിയാണോ യേശു വന്നത്? അങ്ങനെയല്ല, ഒരു വിപ്ലവകാരിയായി മാറുവാൻ വേണ്ടി വന്നതല്ല. പിന്നെ യേശു എന്തിനു വേണ്ടിയാണ് ലോകത്തിൽ വന്നത്? നമുക്കറിയാം, യേശുവിന്റെ ജീവിത ചരിത്രം നാം പഠിക്കുമ്പോൾ യേശു അനേകരെ സൗഖ്യമാക്കിയിട്ടുണ്ട്. യേശു രോഗികളെ സൗഖ്യമാക്കി, മുടന്തരെയും കുരുടരെയും ഊമരെയും എല്ലാം യേശു സൗഖ്യമാക്കുവാനായിട്ടിടയായിത്തീർന്നു. മരിച്ച ലാസറിനെ പോലും, മരിച്ച വ്യക്തിയെ പോലും ഉയർപ്പിച്ചുകൊണ്ട് മരണത്തിന്റെ മുകളിലും അധികാരമുണ്ടെന്ന് യേശു ലോകത്തിനു മുമ്പാകെ തെളിയിച്ചു. പ്രകൃതിയെ ശാസിച്ചുകൊണ്ട് പ്രകൃതിയുടെ മേലും തനിക്ക് അധികാരമുണ്ടെന്ന് ലോകത്തിനു മുമ്പാകെ യേശു തെളിയിക്കുവാനായിട്ടിടയായിത്തീർന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം ഞങ്ങൾ പറയാം, യേശുവിലൂടെ ലോകസൗഖ്യം പ്രാപിച്ചവർ ഞങ്ങളുടെ നടുവിലുണ്ട്. യേശുവിലൂടെ സമാധാനം അനുഭവിച്ചവർ ഞങ്ങളുടെ നടുവിലുണ്ട്. യേശുവിലൂടെ പ്രതികൂല സാഹചര്യങ്ങൾക്ക് മാറ്റം വന്നവർ ഞങ്ങളുടെ നടുവിലുണ്ട്. എന്നാൽ ബൈബിൾ ഉടനീളം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ രോഗിയെ സൗഖ്യമാക്കുവാൻ വേണ്ടിയാണ് യേശു വന്നത് എന്ന് യേശു അവകാശപ്പെട്ടിട്ടില്ല. ഞാൻ സമാധാനം നിങ്ങൾക്ക് നൽകുവാൻ വേണ്ടി മാത്രമാണ് യേശു ലോകത്തിലേക്ക് വന്നു നമുക്ക് പറയാൻ കഴിയത്തില്ല. പിന്നെയോ യേശു ലോകത്തോട് ഇങ്ങനെ പറഞ്ഞു, യേശു വന്നത് നീതിമാന്മാരെ തേടിയല്ല, യേശു വന്നത് പാപികളെ തേടി വരുവാനായിട്ടിടയായി. ലോക ജീവിതത്തിൽ നാം പഠിച്ചു കഴിഞ്ഞാൽ അനേകർ ഈ ലോകത്തിൽ അവതരിച്ചിട്ടുണ്ട്, അനേകർ ജന്മം കൊണ്ടിട്ടുണ്ട്, അനേക വീരപുരുഷന്മാര്, അനേക അധികായകന്മാര്, അനേക രാഷ്ട്രീയ ഉന്നതന്മാര്, അനേക പ്രഭുക്കന്മാര്, അനേക രാജാക്കന്മാര് ലോകത്തിൽ അവതരിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. എന്നാൽ മനുഷ്യന്റെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ അവതരിച്ച ഒരേ ഒരുവനെ നിങ്ങൾക്ക് ലോകത്തിൽ കാണാൻ കഴിയത്തുള്ളൂ. അവൻ നസ്രയനായ യേശുവ. അപ്പോൾ യേശുവിന്റെ വരവിന്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, പാപിയെ തേടി യേശു വരുവാനായിട്ടിടയായിത്തീർന്നു. പാപിക്ക് വേണ്ടി യേശു ലോകത്തിലേക്ക് വന്നു. രണ്ടാമത്തെ ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പിന്നെ എന്തിനു വേണ്ടിയാണ് യേശു വന്നത്? പ്രിയപ്പെട്ടവരെ, ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്. യേശു തന്നെ ലോകത്തോട് പങ്കുവെക്കുകയാണ്, ഞാൻ ശുശ്രൂഷ ചെയ്യിപ്പിക്കുവാൻ വേണ്ടിയല്ല, പിന്നെയോ ഞാൻ ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി എന്റെ ജീവനെ മറുവിലയായി നൽകുവാനും അത്ര വന്നത്. അതിന്റെ അർത്ഥം ഇത്ര മാത്രമേ ഉള്ളൂ, ഞാൻ മരിക്കുവാൻ വേണ്ടിയാണ് ലോകത്തിൽ അവതരിപ്പാനിടയായി തീർന്നത്. പ്രിയപ്പെട്ടവരെ, മനുഷ്യനായി ജന്മമെടുത്ത സകലരും മരിക്കുമെങ്കിലും മരിക്കുക എന്ന ഏക ഉദ്ദേശത്തോടെ ഇവിടെ ഒരു മനുഷ്യനും പിറവിയെടുത്തിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ യേശുവിനെ പഠിച്ചു നോക്കൂ. നിങ്ങൾ ആകമാനം പരിശോധിച്ചു കഴിഞ്ഞാൽ, ബൈബിൾ നിങ്ങൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ, യേശു വന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? മരിക്കുക എന്ന ഏക ഉദ്ദേശത്തോടു കൂടിയാണ് യേശു ലോകത്തിൽ ജന്മമെടുപ്പാനായിട്ടിടയായത്. അപ്പൊ ചോദിച്ചേക്കാം, അയ്യോ മനുഷ്യന്റെ മനുഷ്യൻ വല യേശു മരിക്കുവാൻ വേണ്ടി ജന്മമെടുത്തു. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് യേശു മരിക്കുവാൻ വേണ്ടി ജന്മമെടുത്തു? പ്രിയപ്പെട്ടവരെ, അവിടെയാണ് ഞങ്ങൾ ഉയർത്തുന്ന ഈ സുവിശേഷത്തിന് പ്രസക്തിയുള്ളത്. യേശു ലോകത്തിലേക്ക് വന്നത്
പാപിയായ മനുഷ്യന് യേശു ലോകത്തിലേക്ക് വന്നത് പകരം മരിക്കുവാൻ വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് യേശു മരിക്കാൻ വന്നത്? അതിന് ഞങ്ങൾ ഉത്തരം പറഞ്ഞ് ഞങ്ങൾ മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുകയാ. ബൈബിൾ പറയുന്നു, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. പാപിയായി തീർന്ന മനുഷ്യൻ, അതെ നാം പാപിയാണോ? സകല മതവും ഒരേ ശബ്ദത്തോടെ പറയുന്നു, മനുഷ്യൻ പാപിയാണ്. താങ്കൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരുമായിക്കൊള്ളട്ടെ, ഏത് വിഭാഗത്തിൽ ജനിച്ചവരോ ജീവിക്കുന്നവരുമായിക്കൊള്ളട്ടെ, ഏത് വിശ്വാസം പിന്തുടരുന്നവരുമായിക്കൊള്ളട്ടെ, താങ്കൾ പ്രാർത്ഥന ശ്ലോകം ഒന്ന് ചൊല്ലി നോക്കൂ. അതിൽ തന്നെ താങ്കൾ ലോകത്തോട് പറയുകയാണ്, ഞങ്ങൾ പാപിയാണ്. മതവും പ്രാർത്ഥന ശ്ലോകങ്ങളും മുഴുവൻ മനുഷ്യൻ പാപിയാണെന്ന് പറയുമ്പോൾ വിശുദ്ധ വേദപുസ്തകം അടിവലിയിട്ടുകൊണ്ട് ലോകത്തോട് പറയുന്നു, അതേ നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ സകല മനുഷ്യരും പാപിയാണെന്ന് മതവും പ്രാർത്ഥന ശ്ലോകങ്ങളും ബൈബിളും ലോകത്തോട് വിളംബരം ചെയ്യുമ്പോൾ പ്രത്യേകതയുണ്ട് കേട്ടോ ബൈബിളിൽ. എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റു മതങ്ങളെ പോലെ പ്രാർത്ഥനകളെ പോലെ മനുഷ്യൻ പാപിയാണ് പാപിയാണ് പാപിയ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയല്ല. പിന്നെയോ മനുഷ്യന്റെ പാപം പരിഹരിക്കാൻ കഴിയുന്ന, പാപത്തെ നീക്കാൻ കഴിയുന്ന, പാപത്തിന് മാനവ ജനതയെ വീണ്ടെടുക്കാൻ കഴിയുന്ന ഒരു രക്ഷകനെ ലോകത്തിന് കൈമാറുന്ന അനുഗ്രഹിക്കപ്പെട്ട ഗ്രന്ഥമാണ് ബൈബിൾ എന്ന് പറയുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, യേശു എന്തിനാണ് ലോകത്തിൽ വന്നത്? പാപിയായ മനുഷ്യന് വേണ്ടി ലോകത്തിൽ യേശു പിറവിയെടുത്തു. അങ്ങനെയാണെങ്കിൽ ചോദിച്ചേക്കാം, പാപിയായ മനുഷ്യന് വേണ്ടി എന്തിന് യേശു വരണം? പ്രിയപ്പെട്ടവരെ, പാപിയായ മനുഷ്യന് വരാൻ പോകുന്ന ശിക്ഷ, ആ ശിക്ഷയുടെ കാഠിന്യമാണ് യേശു മരിക്കുവാൻ ലോകത്തിൽ വരുവാൻ കാരണമായി മാറുന്നത്. ബൈബിൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മരണം മനുഷ്യത്തിന്റെ അവസാനമല്ല കേട്ടോ. മരണത്തിനപ്പുറം മനുഷ്യരുടെ ജീവിതമുണ്ട്. അതുകൊണ്ടാണല്ലോ മരണാനന്തരം ആത്മാവിന് നിത്യശാന്തിക്ക് വേണ്ടി കർമ്മങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നേർച്ചകളും കഴിക്കുന്നത്. ഒരുപക്ഷെ വർഷത്തോറും നിങ്ങളത് ചെയ്യാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ ലോകത്തോട് പറയുന്നു, മരണം മനുഷ്യന്റെ അവസാനമല്ല. അതേ പ്രിയപ്പെട്ടവര്, മരണശേഷം ദൈവം ഒരു ന്യായവിധി വെച്ചിട്ടുണ്ട്. മരണത്തോടുകൂടി മനുഷ്യൻ അവസാനിക്കുന്നില്ല എന്നും, മരണശേഷം മനുഷ്യൻ ദൈവത്തിന്റെ കോടതിയായ ദൈവത്തിന്റെ ന്യായാസനത്തിനും വായി നിൽക്കേണ്ടി വരും. ദൈവം അവിടെ ന്യായം വിധിക്കും. ന്യായം വിധിച്ചനന്തരമായി ദൈവം തന്നെ നമ്മളെ ശിക്ഷിക്കുവാനായിട്ടിടയാകും. ആ ശിക്ഷ എന്ന് പറയുന്ന ഇടമാണ് നരകമെന്ന് പറയുന്നത്. ശിക്ഷിക്കപ്പെടുന്ന മനുഷ്യൻ കടന്നു ചെല്ലുന്ന ഇടമാണ് നരകം. എന്താണ് നരകം? കെടാത്ത തീ, ചാകാത്ത പുഴു, അഗ്നി നരകമാണ്. അങ്ങനെ മനുഷ്യൻ പാപം ചെയ്ത മനുഷ്യന് ദൈവം കോടതിയിൽ ശിക്ഷിച്ച് നിത്യമായ നരകത്തിലേക്ക് തള്ളിക്കളയും. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ നരകത്തിൽ നിന്ന് മനുഷ്യന് രക്ഷ നേടാൻ കഴിയത്തില്ല. മരണത്തിൽ, ആ നരകത്തിൽ മനുഷ്യൻ മരണപ്പെടുകയില്ല. എത്ര കാലമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിത്യകാലം എന്ന് പറഞ്ഞാൽ അവസാനമില്ലാത്ത ഒടുക്കമില്ലാത്ത കാലഘട്ടങ്ങൾ. നിങ്ങൾ നിത്യമായ നരകത്തിൽ, കെടാത്ത തീയിൽ, ചാകാത്ത പുഴുവിനാൽ നിറയപ്പെട്ട അഗ്നി വരുന്ന നരകത്തിൽ നിങ്ങൾ യാതന കഴിച്ചു കൂട്ടേണ്ടി വരും. ആ നരകത്തിലേക്ക് മാനവജനത പോകുവാൻ കാരണമെന്ന് പറയുന്നത് പാപമാണ്. അങ്ങനെയാണെങ്കിൽ ആ നരകത്തിൽ നിന്ന് നിങ്ങൾക്ക് നിത്യമായ സ്വർഗരാജ്യം ലഭ്യമാകണമെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, അത് പാപം പരിഹരിക്കപ്പെടുക, പാപപരിഹാരം നേടുക. എങ്ങനെ മനുഷ്യന്റെ പാപം പരിഹരിക്കപ്പെടാൻ കഴിയും? കർമ്മമാർഗത്തിലൂടെയോ, നേർച്ചകളിലൂടെ, കാഴ്ചകളിലൂടെയോ, അർപ്പണങ്ങളിലൂടെ, ദർപ്പണങ്ങളിലൂടെ, പുണ്യസ്ഥല സന്ദർശനങ്ങളിലൂടെയോ, പുണ്യന്മാരുടെ പ്രാർത്ഥനയിലൂടെയോ, ശുദ്ധീകരണ ഇടത്തിലൂടെയോ ഒന്നും മനുഷ്യന്റെ പാപം പരിഹരിക്കാൻ കഴിയത്തില്ല. അങ്ങനെയാണെങ്കിൽ പാപത്തെ പരിഹരിക്കുവാൻ ആരാണ് ലോകത്തിൽ വന്നത്? നിങ്ങൾ പരിശോധിക്കൂ. മതങ്ങൾ, ഗ്രന്ഥങ്ങൾ നിങ്ങൾ പാരായണം ചെയ്തു നോക്കൂ. നിങ്ങൾക്ക് ചെന്നെത്താം വിശുദ്ധ വേദപുസ്തകത്തെ. അത് നിങ്ങൾ പാരായണം ചെയ്താൽ നിങ്ങൾ ഒരുവനെ കണ്ടെത്താം. അവനാണ് ഞങ്ങൾ ഉയർത്തുന്ന നസ്രയനായ യേശു. അതേ പ്രിയപ്പെട്ടവരെ, നിത്യ നരകത്തിലേക്ക് മനുഷ്യൻ ആണ്ടുപോകുവാൻ ഏക കാരണമായി മനുഷ്യനിൽ വാണ്ടുകൊണ്ടിരിക്കുന്ന പാപത്തിൽ നിന്ന് മനുഷ്യനെ മുക്തി നൽകുവാൻ, പാപത്തിന്റെ പരിഹാരത്തിനായി ലോകത്തിലേക്ക് കടന്നു വന്നവനാണ് നസ്രയനായ യേശു. അതുകൊണ്ട് യേശു പറഞ്ഞു, ഞാൻ നീതിമാന്മാരെ തേടിയല്ല, നിത്യ നരകത്തിലേക്ക് കണ്ടുപോകുവാൻ കാരണമായി മനുഷ്യന് വാണ്ടുകൊണ്ടിരിക്കുന്നതായ പാപിയായ മനുഷ്യനെ തേടി ലോകത്തിലേക്ക് യേശു വന്നു. അതുകൊണ്ട് യേശു പാപികളെ സ്നേഹിച്ചു, പാപികളുമായി സഹവർത്തിച്ചു. പാപികളുടെ സ്നേഹിതൻ എന്ന പേരിന് യേശു ഉടമസ്ഥനായി. അവസാനം ഇതാ പാപിയായ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി താനൊരു യാഗവസ്തുവായി മാറി. 5 കോടതിയിൽ 6 പ്രാവശ്യം യേശുവിനെ വിസ്തരിച്ച് നീതിപീഠം പറഞ്ഞു, മരണയോഗ്യമായതൊന്നും ഇവൻ ചെയ്തിട്ടില്ല. എന്നിട്ട് പോലും യേശുവിനെ അവർ ക്രൂശിച്ചു. പച്ചപ്പന്മാരെ കുറിച്ച് ചുമലിൽ എന്തിക്കൊണ്ട് വീണ്ടും എഴുന്നേറ്റും ഗോൽഗോഥ വല ലക്ഷ്യമാക്കി യേശു യാത്ര ചെയ്യൂ.
പ്രിയപ്പെട്ടവരെ, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാർ യേശു വികൃതമാക്കപ്പെട്ടു. രണ്ട് കള്ളന്മാര് നടുവിൽ മൂന്നാണികളാൽ യേശുവിനെ ക്രൂശിക്കുവാനായിട്ടിടയായി. ക്രൂശിൽ നിന്ന് ഇറങ്ങിവാ എന്ന് അവർ അവനെ അപമാനിച്ചപ്പോഴും അപമാനം ഭാരം ശരീരത്തെ മനസ്സിനെ അവർ ആഞ്ഞടിച്ചെങ്കിൽ പോലും പ്രിയപ്പെട്ടവരെ, ക്രൂശിൽ നിന്ന് ഇറങ്ങി വരാൻ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരാതെ ആ ക്രൂശിനെ സഹിച്ച ഒരു യേശുവിനെ നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയുന്നുണ്ട്. എന്തുകൊണ്ട് യേശു ക്രൂശിനെ സഹിച്ചു? പലരും ഞങ്ങളോട് ചോദിക്കാറുണ്ട്, അയ്യോ സ്വയമായി രക്ഷ നേടാൻ കഴിയാത്ത യേശുവാണോ ഞങ്ങളെ രക്ഷിക്കുന്നത്? നല്ല പ്രിയപ്പെട്ടവരെ, സ്വയമായി രക്ഷ നേടാൻ കഴിയാത്ത പരാജയപ്പെട്ടു പോയതായ നിരാശനായി പോയ ശക്തി മുഴുവൻ എന്ന നഷ്ടപ്പെട്ടു പോയ ഒരു യേശുവല്ല ഞങ്ങൾ വിളിച്ചു പറയാം. ലോകത്തിലെ സർവ്വ സൈന്യവും സകല ആയുധങ്ങളുമായി അടഞ്ഞിരുന്നാലും യേശുവിനെ പിടിക്കാൻ കഴിയത്തില്ല. പിന്നെ എന്തേ യേശുവിനെ പിടിച്ചു? പിന്നെ എന്തേ യേശുവിനെ മുറിവേൽപ്പിച്ചു? പിന്നെ എന്തേ യേശുവിനെ ശരീരത്തിൽ പച്ചപ്പന്മരെ കുറിച്ച് തോളിൽ വെച്ചു കൊടുത്തു? എന്തേ യേശുവിനെ ആളല്ല കണ്ടാൽ ആളല്ല എന്ന് നീ തോന്നുമാർ വികൃതമാക്കപ്പെട്ടു? എന്തുകൊണ്ട് യേശുവിനെ രണ്ട് കള്ളന്മാരുടെ മൂന്നാണികളാൽ ക്രൂശിച്ചു? ഞങ്ങൾ പറയാം, അതിനാണ് ഞാൻ പറഞ്ഞത് മറുപടി. യേശു വന്നത് മരിക്കുവാൻ വേണ്ടിയാണ്, ജീവിച്ച് ജീവിതം തീർക്കാൻ വന്നവനല്ല. ഭാവിയായ മനുഷ്യൻ മരിക്കേണ്ട സ്ഥാനത്ത് നമുക്ക് പകരമായി മരിക്കുക എന്ന ഏക ഉദ്ദേശത്തോടുകൂടെ ലോകത്തിൽ അവതരിച്ചവനായതുകൊണ്ടാണ് യേശുവിനെ ഗെത്സമനയിൽ പിടിച്ചത്. അതുകൊണ്ടാണ് യേശു മുറിവേൽപ്പിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് യേശു ക്രൂശിനെ സഹിച്ചത്. അതുകൊണ്ടാണ് അവൻ ക്രൂശിൽ മരിക്കാനിടയായത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ മരണം ഒരു പരാജയമായി കാണരുത്. യേശുവിന്റെ മരണം ഞങ്ങൾക്ക് പരാജയമല്ല. ഞങ്ങൾ പറയാം, യേശു മരിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ പാപം പരിഹരിക്കപ്പെടുകയില്ലായിരുന്നു. യേശു മരിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ നീതീകരിക്കപ്പെടുകയില്ലായിരുന്നു. യേശു മരിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ വിശദീകരിക്കപ്പെടുകയില്ലായിരുന്നു. യേശു മരിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് സ്വർഗരാജ്യം ലഭ്യമാകത്തില്ലായിരുന്നു. അതുകൊണ്ട് യേശുവിന്റെ മരണം എന്ന് പറയുന്നത് മാനവകുലത്തിന് നഷ്ടമല്ല, മറിച്ച് നിത്യതയിലേക്ക് നിങ്ങളെ അടുപ്പിക്കുവാൻ ഏക കാരണം യേശുവിന്റെ പാപപരിഹാര യാഗവും അവയിലൂടെയുള്ള മരണവുമാണെങ്കിൽ ഇന്ന് പകൽക്കാലം ജാതിയുടെയും മതത്തിന്റെ വർഗത്തിന്റെയും ഭാഷയുടെയും പള്ളിയുടെയും പട്ടക്കാരുടെയും പേര് പറഞ്ഞുകൊണ്ട് സൗജന്യമായി നിങ്ങൾക്ക് വേണ്ടി യേശു ചൊരിഞ്ഞതായ യേശുവിന്റെ രക്തത്തിന്റെ മഹത്വത്തെ മനസ്സിലാക്കാതെ പോകരുത്. അതുകൊണ്ട് ആ ബൈബിൾ ലോകത്തോട് പറയുന്നു, യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കുന്നു. അതേ സുഹൃത്തെ, സഹോദര, യേശുവിന്റെ യാഗമായി മാറുകയായിരുന്നു. എന്തിന്? നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിന്. അവസാനത്തുള്ള രക്തം വരെ നിങ്ങളുടെ പാപത്തിന് വേണ്ടി യേശു ക്രൂശിലൊരുക്കി. അതുകൊണ്ട് ആ യേശുവിന്റെ രക്തത്തെ നിങ്ങൾക്ക് വിശ്വസിക്കാമോ? നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒരിട നടക്കണ്ട, കർമ്മങ്ങൾ ആചാരങ്ങൾ ചെയ്യണ്ട, നേർച്ച കാഴ്ചകൾ നിങ്ങൾ ചെയ്യണ്ട, പുണ്യ സ്ഥലങ്ങൾ നിങ്ങൾ യാത്ര ചെയ്യണ്ട, നിങ്ങളുടെ ശരീരത്തെ ഭിന്നിപ്പിക്കണ്ട. നിങ്ങൾ നിൽക്കുന്ന ഇടത്ത്, അത് വീതിയിലായിക്കൊള്ളട്ടെ, പണിസ്ഥലത്തായിക്കൊള്ളട്ടെ, ഭവനത്തിന്റെ അകത്തളങ്ങളിൽ നിങ്ങൾ വിശ്രമിക്കുന്ന വേളകളായിക്കൊള്ളട്ടെ, അവിടെ നിങ്ങൾക്കൊന്ന് പറയാമോ, യേശുവേ ഞാനൊരു പാപിയാ, എന്നാൽ എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി നീ ക്രൂശിയാഗമായി മാറി. നാഥാ, അങ്ങയുടെ രക്തത്താൽ എന്റെ പാപത്തെ ഒന്ന് കഴുകിക്കളയണമേ, എന്നെ ഒരു ദൈവകരാക്കി മാറ്റണമേ എന്ന് പറയാമോ? ഞങ്ങൾ നോക്ക് പ്രിയപ്പെട്ടവരെ, യൗവനക്കാരാണ്, മദ്യത്തിന് ലഘുപദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടിട്ടുണ്ട്, ദേശത്തിനും ഭവനത്തിനും അപമാനമാക്കപ്പെട്ടുകൊണ്ട് പാപത്തെ ജനിച്ച് ജീവിച്ചവരായിരുന്നു ഞങ്ങൾ. എന്നാൽ ഇതേപോലെയുള്ള സുവിശേഷം കേട്ട മാത്രയിൽ അത് നോക്കിയില്ല, കിട്ടും അത് നോക്കിയില്ല, കുടുംബ മഹിമയൊന്നും നോക്കിയില്ല. ഞങ്ങൾക്ക് വിഷയം ഈ ലോകത്തിലെ ജീവിതമല്ല. ഇത് കൂടിപ്പോയാൽ 70, ഏറിപ്പോയാൽ 80. എന്നാൽ മരണശേഷമുള്ള ജീവിതം നിത്യയുഗമാണ്. ഇന്ന് പകൽക്കാലം താങ്കൾ ഇന്ന് പകൽ മരിച്ചുപോയ താങ്കളുടെ നിത്യതയോടെ ചെലവഴിക്കും. എന്നാൽ ഇന്ന് പാപത്തെ പരിഹരിക്കാൻ കഴിയുന്ന യേശുവിന്റെ സുവിശേഷം കേൾക്കുന്ന മാത്രയിൽ ആ രക്ഷാനാഥനെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് യേശുവിനെ ദൈവമായി അംഗീകരിച്ചുകൊണ്ട് അവന്റെ കൽപ്പനയാകുന്ന പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ചുകൊണ്ട് വേർപെട്ട് ദൈവത്തെ ആരാധിക്കുക. ദൈവജനത്തോടുകൂടെ ആത്മനിറവ് നിങ്ങൾ ആരാധിച്ചാൽ ഇവിടത്തെ ശാരീരമായ മരണത്തെ നിങ്ങൾക്ക് വെല്ലുവിളിക്കാം. പൗലോസിനെ പോലെ, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ എന്ന് ചോദിക്കാം. കാരണം ഇവിടത്തെ ശാരീരികമായ മരണം സ്വർഗത്തിലേക്കുള്ള നിങ്ങളുടെ പ്രവേശന കവാടമാണ്. അതാണ് സുവിശേഷം. അതുകൊണ്ട് യേശു എന്തിനു വേണ്ടി മരിക്കാൻ വേണ്ടി വന്നു? യേശു എന്തിനു വേണ്ടി വന്നു? പാപിയായ മനുഷ്യനെ തേടി വന്നു. അതുകൊണ്ട് കർമാചാരങ്ങളുടെ വിടപറ, അന്ധവിശ്വാസങ്ങളുടെ വിടപറ. ഇന്ന് പകൽക്കാലം യേശു സൗജന്യമായി ഒരുക്കിയിരിക്കുന്ന ആ ക്രൂശിലൂടെ നിങ്ങൾക്ക് വേണ്ടി കൈമാറുന്ന രക്ഷയെ നിങ്ങൾ കരസ്ഥമാക്കുക.
അതിനായി ദൈവം നിങ്ങളെ ഒരുക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയും ഞങ്ങൾ ഇവിടുന്ന് പ്രാർത്ഥനയോടെ മടങ്ങിപ്പോകുവാനും ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. God bless you. നല്ല നാഥനേ, സ്വർഗ്ഗ നല്ല പിതാവേ, ഇന്ന് പകലിൽ അങ്ങയുടെ മാറ്റമില്ലാത്ത വചനമായി ഞങ്ങൾക്ക് ഈ ജംഗ്ഷനിൽ നിന്ന് പാപത്തിന് പരിഹാരം വരുത്തുന്ന സ്വർഗത്തെ കുറിച്ച് അറിയിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ചു. ആ യേശുവിനെ രക്ഷകൻ കർത്താവായി സ്വീകരിച്ചുകൊണ്ട് നിത്യത യഥാവേ പ്രാപിപ്പാൻ ഞങ്ങളുടെ ചുറ്റുപാട് കേൾവിക്കാരെ ദൈവം കൊടുക്കണം. അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.